കർണാടക സംഗീതത്തിലെ ആലാപന രീതികളെക്കുറിച്ചുള്ള സെമിനാറിന്റെ രണ്ടാം ദിനത്തിൽ കോട്ടയ്ക്കൽ രഞ്ജിത്ത് പ്രബന്ധം അവതരിപ്പിച്ചു. ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് സംഗീത വിഭാഗമാണ് കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. സാധകത്തെക്കുറിച്ചുള്ള സംവാദമാണ് വ്യാഴാഴ്ച നടന്നത്. കോഴിക്കോട് ആകാശവാണിയിലെ ഗ്രേഡ് ആർട്ടിസ്റ്റ് കോട്ടയ്ക്കൽ രഞ്ജിത്ത് വാര്യർ സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ച് സംസാരിച്ചു. എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഏറ്റവും വലിയ ചലഞ്ചാണ്. സ്റ്റുഡൻസിന് ചെയ്യാവുന്നത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്ന സമയത്ത് വല്ലാതെ സ്ട്രെയിൻ കൊടുക്കാതെ എന്താണ് പഠിപ്പിക്കുന്ന ആ സാധനം രജിസ്റ്റർ ആക്കുക. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി അവനവൻ്റെ ശുദ്ധിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 1 മണിക്കൂർ പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും ശബ്ദത്തിന് റെസ്റ്റ് എന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ഹ്യൂമൻ വോയിസിന് 8 മണിക്കൂറിലധികം പാടാൻ പാടില്ല. ഇതൊരു മിനിമം റേഞ്ചാണ്. ഇത് നിങ്ങൾ ഒരു കാലത്തും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഈ കീഴ് പഞ്ചമം മോൾ പഞ്ചമം പിന്നെയുള്ളതൊക്കെ ഇടുന്ന് ഡെവലപ്പ് ചെയ്ത് സ്റ്റേജിന്റെ മുകളിൽ അത്ര അധികം ആവശ്യമുണ്ടാവില്ല. ഒരു ഗാംഗോജി അടതാളം പാടുമ്പോഴാണ് ചിലപ്പോൾ ആദ്യം നമ്മുടെ സ്റ്റൈലിക്ക് ബുധനാഴ്ച പ്രശസ്ത വയലിൻ വിദ്വാൻ നെടുമങ്ങാട് ശിവാനന്ദന്റെയും സിന്ധുവിന്റെയും നേതൃത്വത്തിൽ സംഗീത കച്ചേരി നടന്നു. വൈകിട്ട് തൃശൂർ ആകാശവാണിയിലെ സീനിയർ സ്റ്റാഫ് ആർട്ടിസ്റ്റ് ഡോക്ടർ പാലക്കാട് കെ ജയകൃഷ്ണൻ താളവാദ്യങ്ങളെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിച്ചു. നാളെയാണ് ത്രിദിന സെമിനാർ സമാപനം. UTV ന്യൂസ്, പാലക്കാട്.